പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ധാരാളം സുവിശേഷ പ്രസംഗങ്ങൾ നമ്മൾ അനേക സ്ഥലത്ത് കേൾക്കാറുണ്ട്. എന്നാൽ ധനമോഹം എന്ന അതീവ ഗുരുതരമായ പാപം, ഇത് ഗുരുതരമായ പാപമാണെന്ന് അനേക സ്ഥലത്ത് വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ല. മറിച്ച് ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവം നിങ്ങളെ സമ്പന്നരാക്കും, ധനികരാക്കും എന്നൊക്കെ പറയുന്ന വ്യാജമായ പ്രബോധനങ്ങളെ വിട്ടൊഴിയുവാൻ നമ്മൾ ഉത്സാഹിക്കുക. ദ്രവ്യാഗ്രഹം എത്രമാത്രം ഗുരുതരമായ പാപമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് അല്പം ശ്രദ്ധിക്കാം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നാം ഈ ലോകത്തിലേക്ക് യാതൊന്നും കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരാൻ കഴിയുന്നതുമല്ല. നാം ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ. ഇത് ധനവാനാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും അകപ്പെടുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ചിലർ അത് കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്ന് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമായിട്ട് ബഹു ദുഃഖങ്ങൾക്ക് തീർന്നിരിക്കുന്നു. എന്നിട്ട് പൗലോസ് വീണ്ടും കർശനമായി പറയാണ്: തിമോത്തിയോസേ, ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, നീ ഇത് വിട്ടോടി. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ മുറുകെ പിടിച്ചുകൊള്ളുക. വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പൊരുതുക. ഈ വിശ്വാസത്തിന് വേണ്ടി വളരെ അധികം കഷ്ടം സഹിക്കണം എന്ന് പറയുകയാണ്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. നീ നിന്റെ ഈ വിശ്വാസ പ്രഖ്യാപനമൊക്കെ അനേക സാക്ഷികളുടെ മുമ്പാകെ നീ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ നീ ഇത് കാത്തുകൊള്ളണം എന്ന് സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെയും പൊന്തിയോസ് പിലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കാഴ്ചവെച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അതുവരെ നീ ഇത് കാത്തുകൊള്ളണം. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ഈ പ്രത്യക്ഷത വരുത്തും. അവിടത്തേക്ക് എന്നേക്കും മഹത്വവും ബഹുമാനവും ആമേൻ. ഈ ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നൊക്കെ പറയുന്നത് ഏക സത്യദൈവമായ യഹോവയായ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്. അവിടെ നിന്നല്ലാതെ വേറെ സത്യദൈവം, നിത്യദൈവം, ഒരേ ഒരു ദൈവം, ഏക സത്യദൈവം എന്ന് പറയുന്നത് അവിടുന്നാണ്. അവിടുന്ന് ഈ പ്രത്യക്ഷത തക്ക സമയത്ത് വരുത്തും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് തക്ക സമയത്ത് പറഞ്ഞയക്കുന്നത് ഈ പിതാവായ ദൈവമാണെന്നാണ്
ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദൈവത്തെക്കുറിച്ച് പോലും മനുഷ്യന് വ്യക്തതയില്ല എന്നുള്ള ഒരു പരമാർത്ഥമായൊരു കാര്യമാണ്. വീണ്ടും ധനവാനായ ആളുകളോട് ദൈവം പൗലോസ് ആത്മാവിൽ പറയുകയാണ്, ധനവാന്മാരുടെ ഉന്നത ഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലതും നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന കഴിയുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികൾ സമ്പന്നരും ദാനശീലരും അവതാര്യമുള്ളവരുമായി നല്ല ഒരു അടിസ്ഥാനം ഇട്ടുകൊള്ളുവാൻ, അഥവാ നിത്യവനെ പിടിച്ചുകൊള്ളാനും വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും നീ ആചാരിക്കുക. നന്മ ചെയ്യുക. ധനം ഉണ്ട് എന്ന് കരുതി അതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല, അഹങ്കരിക്കാൻ ഒന്നുമില്ല, പ്രശംസിക്കാൻ ഒന്നുമില്ല. പ്രശംസിക്കാനുള്ളത് ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി പോകും. ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഒരു കാര്യം കൂടെ നമ്മൾ നിർബന്ധമായി നമ്മൾ കേൾക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ 5-ാം വാക്യം പറയുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഈ നടപ്പിൽ പ്രാർത്ഥനയാണ്, ബൈബിളാണ്, സുവിശേഷപ്രസംഗമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പോക്കറ്റിൽ വീഴും എന്നുള്ള ചിന്തയോടുകൂടി നടന്നാൽ അവൻ ദൈവത്തിൽ നിന്ന് ശിക്ഷ മേടിക്കുമെന്ന് തന്നെ തിരുവചനം പറയുകയാണ്. ദൈവകാര്യത്തെ ലംഘിച്ച് കഴിഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ ശരിയാകുമോ? ഞാൻ ഇന്ന വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ, ഇന്നടത്ത് പോയി പ്രസംഗിച്ചാൽ എനിക്ക് ധനം കിട്ടും, നല്ല പോക്കറ്റ് മണി കിട്ടും, ചിന്തിക്കുന്നതും കൊള്ളുകല, മനുഷ്യനോട് പറയാനും കൊള്ളുകല. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഞാൻ സൗജന്യമായി തന്നു, നിങ്ങൾ സൗജന്യമായി കൊടുക്കും. ഈ ഒരു നല്ല സമർപ്പണം ഇല്ലാതിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആത്മീയ ലോകത്ത് വലിയ അർപ്പണങ്ങളൊക്കെ വരുന്നത്. ദൈവം പിന്നെയും പറയുകയാണ്, നിങ്ങൾ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഞാൻ ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ആലോചിച്ചിട്ടുണ്ടല്ലോ. ദൈവം ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പിന്നെയും പറയുന്നതാണ്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ധരിക്കുന്ന ശരീരത്തിനായിക്കൊണ്ടും ആകുലരാകുന്ന എന്തിന്? ലോകത്തിൻ്റെ ജാതികളല്ല ഇതെല്ലാം അന്വേഷിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യനീതി ആദ്യം അന്വേഷിക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് തരുമെന്ന്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ, ഭൗതികമായ വിഷയത്തിൽ നാം പ്രത്യാശ വെച്ച് മുന്നോട്ട് പോയാൽ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുകയില്ല. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമായിട്ട് ഭൗതിക വിഷയത്തിൽ സമ്പന്നനായി ജീവിച്ചാൽ ദൈവം പോയി, ദൈവരാജ്യവും നഷ്ടമായി എന്ന് മാത്രം വിശ്വസിക്കുക. അതുകൊണ്ട് പ്രത്യാശയുള്ളവരായി മുന്നോട്ട് പോവുക, ദൈവത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ആ വഴിയിലൂടെ തന്നെ നടക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.